കപ്പിലിരിക്കുന്നേ നല്ല തിളങ്ങി. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് റാഗി സൂപ്പാണ്. ഇതുണ്ടാക്കിയതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. റാഗി എടുത്ത് വെള്ളത്തിലിടാം. കുറച്ച് സമയം ഇടുന്നുള്ളൂ കേട്ടോ, ഒരു ദിവസം ഇടുന്നില്ല. കുറച്ചൊന്ന് കുതിർന്ന് കഴിയുമ്പം ഒരു ടേബിൾ സ്പൂൺ അത്രേ ഉള്ളൂ. ഇത് കുതിർന്ന് കഴിയുമ്പം അരച്ച് നമുക്ക് അതിൻ്റെ പൊടി അരിച്ചെടുത്ത് റാഗി സൂപ്പ് ഉണ്ടാക്കണം. വെള്ളത്തിലിടാം. അടച്ച് വയ്ക്കുക. വെള്ളത്തിലിട്ട് റാഗി ഒന്ന് കഴുകി വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. കഴുകി അരിച്ച് എടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്, നമുക്കിതിനി ഒന്ന് അരിച്ചെടുക്കാം. സൂപ്പ് ഉണ്ടാക്കാനായതുകൊണ്ട് വളരെ കുറച്ച് മതി. ഒന്നും കൂടെ വെള്ളം ഒഴിച്ച് അരിച്ചെടുക്കാം. നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. സൂപ്പിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഈ തൊണ്ട കടിച്ചാൽ ഒരു സുഖമില്ലല്ലോ, അതുകൊണ്ടാണ് 2 പ്രാവശ്യം അരിച്ചത്. നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളച്ച് കഴിയുമ്പം ഇത് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ആദ്യം അങ്ങ് തിളപ്പിച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ ഇളക്കുന്നത് കുറച്ച് ഇളക്കിയാൽ മതി. അല്ലെ നമ്മൾ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ അന്നേരം തൊട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് സൂപ്പിനുള്ള റാഗി അരച്ച് ഇത് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ആയാൽ സൂപ്പ് കുറുക്കായിപ്പോവും, അതുകൊണ്ട് സൂക്ഷിച്ച് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. സൂപ്പിന് വേണ്ടത്ര കൊഴുപ്പാകുമ്പോൾ നമുക്ക് നിർത്താം. സൂപ്പ് സ്വീറ്റായിട്ടോ സോറായിട്ടോ അല്ല കയ്പുള്ളതോ മധുരമുള്ളതോ ചവർപ്പുള്ളതോ ഒക്കെ ആക്കി നമുക്കെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം. കാരറ്റോ ഇപ്പോൾ 2 കപ്പ് ഏകദേശം ആയിട്ടുണ്ട്. നമ്മുടെ സൂപ്പ് ഏതാണ്ട് കഞ്ഞിവെള്ളം പോലെ ആയി. ഇനി ഒന്ന് തിളച്ചാൽ മതി. അല്പം കൂടെ മിച്ചമുണ്ട്, അത് നമുക്ക് വേറെ വല്ല അപ്പം ഉണ്ടാക്കുന്നതിനകത്തോ ദോശ ഉണ്ടാക്കുന്നതിനകത്തൊക്കെ ചേർക്കാം. ഇനി ഒരല്പം കൂടെ സൂപ്പിന് കട്ടി വേണമെന്ന് തോന്നുവാണെങ്കിൽ തിളച്ച് കഴിയുമ്പോൾ നമുക്കൊരല്പം കൂടെ ചേർക്കുകയും ചെയ്യാം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ അടിക്ക് പിടിക്കും. അതിലേക്കൊരു പൊടിക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പുണ്ടോയെന്നും കൂടെ ഒന്ന് നോക്കാം. കഞ്ഞിവെള്ളത്തിനൊക്കെ ഇടുന്ന അത്ര ഉപ്പ് മതി കേട്ടോ. ഉപ്പില്ല, നമുക്ക് മധുരമുള്ളതോ അല്ലെങ്കിൽ ശർക്കര പാനിയോ അല്ലെങ്കിൽ വെല്ലമോ കൽക്കണ്ടോ ഒക്കെ വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഞാനിപ്പം ഇതൊന്നും ചേർക്കുന്നില്ല. പിന്നെ അത് ഇച്ചിരി നെയ്യ്, കടുകിൽ കുറച്ച് സാധനങ്ങൾ കടുക് പൊട്ടിച്ചിടുകയോ ചെയ്യുന്നുള്ളൂ. അതിനുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, കൊച്ചുള്ളി, ഒരൽപ്പം മുളക്, സൺഫ്ലവർ സീഡ്, കൊച്ചുള്ളിയുടെ ഇല, പാഴ്സലിയുടെ ഇല, ഇത്രയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. പാന് അടുപ്പത്ത് വെച്ചു, അല്ലെങ്കിൽ ഒരു കടുക് പൊട്ടിക്കാനുള്ള പാത്രം. കടുകല്ല ഇടുന്നേ, കടുക് ഇടുന്നില്ല. കടുക് വേണമെങ്കിൽ ഇടാം നമുക്ക്. കടുകോ പിന്നെ നമ്മുടെ കോണോ ഒക്കെ നമുക്കിടാം. ഇനി റാഗി തന്നെ വേണമെങ്കിലും 2-3 എണ്ണം ഇടാം. ഞാനിപ്പം ആദ്യം ഇടുന്നത് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാ സാധനങ്ങളും ഇട്ടു തീ ഓഫാക്കി പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഇനി വെന്തോളും. ഇത് പാഴ്സലിയൊക്കെ വെറുതെ ഇട്ടാലും മതി. നല്ല ചുമ്മാ നമ്മൾ ഇത് പറിച്ചുകൊണ്ട് വന്നതല്ലേ, അതുകൊണ്ട് വെറുതെ ഒന്ന് എണ്ണയ്ക്കകത്തേക്ക് ഇട്ടു. അതല്ലെങ്കിൽ നമുക്ക് ഈ സൂപ്പ് വേവിച്ചപ്പം ഇടായിരുന്നു. നമ്മൾ പിന്നെ
സ്പ്രിങ് അണിയൻ്റെ അത് വിട്ടു. ഇനി നമ്മുടെ സൂപ്പിലേക്ക് ഇട്ടു. കൂടുതൽ കൊഴുപ്പ് വേണമെന്നുള്ളവർക്ക് അല്പം കൂടെ പൊടിയിടാം. റാഗി വറുത്ത് പൊടിച്ച് വെച്ചിട്ട് അതുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ സൂപ്പ് ഉണ്ടാക്കാവുന്ന കേട്ടോ. ഇനി ഒരു കൂട്ടം കൂടെ ചേർക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർക്കാം. കപ്പിലേക്ക് ചേർത്താലും മതി കേട്ടോ. കപ്പിലേക്ക് കോരിയിട്ട് കുരുമുളക് പൊടി നമ്മൾ കുടിക്കുമ്പം ചേർത്താലും മതി. നമുക്ക് കപ്പിലേക്ക് പകരാം. ഉപ്പും കുരുമുളക് പൊടിയും ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമുക്ക് കപ്പിലേക്ക് പകർന്നാലും മതി. നമുക്കിനി ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് ചെയ്യാം. റാഗി സൂപ്പാണ്. നല്ല നെയ്യൊക്കെ ചേർത്താം. നെയ്ക്ക് പകരം നമുക്ക് ഒലിവെണ്ണ ചേർക്കാം. അതുപോലെ ഉപ്പിന് പകരം കരിപ്പെട്ടിയോ കൽക്കണ്ടോ ഒക്കെ ചേർക്കാം. കുട്ടികൾക്കൊക്കെ മധുരമായിരിക്കും ഇഷ്ടം. കൂടുതൽ റാഗിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഒരല്പം കൊഴുപ്പ് കിട്ടാൻ വേണ്ടി കോൺഫ്ലോർ വേണമെങ്കിലും ചേർക്കാം. അപ്പം റാഗി സൂപ്പ് വെച്ചതിൻ്റെ വീഡിയോ എല്ലാവരും കയറി കാണണം. കർക്കിടക മാസത്തിൽ നമുക്ക് മഴയത്തിരിക്കുമ്പം നല്ല എപ്പോഴും കട്ടൻ കാപ്പി കുടിക്കാനോ അല്ല പാലും കാപ്പി കുടിക്കാനോ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ആരോഗ്യം സംരക്ഷിക്കാനും അതുപോലെ വിറ്റാമിനും ധാതുക്കളും അയണും, റാഗി എന്ന് പറഞ്ഞാൽ അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളൊരു ചെറുധാന്യമാണ്. റാഗിക്ക് ഫിംഗർ മില്ലറ്റ് എന്നാണ് പറയുന്നത്. റാഗിയുടെ പച്ച കൊല നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ കൈവിരൽ പോലെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.